എന്താ പ്ലാൻ ചെയ്യുന്നത് ഇന്ന്? ഞാനോ? ആ, നല്ല ചുക്ക് കാപ്പി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് തൊടാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട്. അതെങ്ങനെ എടുത്ത് കുടിക്കുന്ന ആലോചിച്ചോണ്ടിരിക്കാം. പക്ഷെ നമുക്ക് വേറൊരു പ്ലാൻ. ഇന്നെന്താ പ്ലാന്? ഇന്ന് നമുക്ക് ഒരാളെ പ്രാങ്ക് ചെയ്യണം. അതെ, ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബർത്ത്ഡേ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സുമിത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞതിപ്പോൾ. അപ്പം നമുക്കൊരു പ്രാങ്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നു. പ്രാങ്ക് ഒരു സർപ്രൈസ്, ഒരു കേക്ക് കട്ടിങ്ങോ പോലെ പ്ലാൻ ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. സംതിങ് എന്തെങ്കിലും അവൻ എക്സ്പെക്ട് ചെയ്യാത്തതുപോലെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന പോലെ നമുക്ക് പ്ലാൻ ചെയ്യാം. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അവർ രണ്ടുപേരും ഉണ്ടാവും. അവള് കുറച്ച് സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യിക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അവർ രണ്ടുപേരും വേറെ ആരെങ്കിലും കൊടുത്ത പോലെ ആവണം. അതാണ് നമ്മൾ അതുപോലെ നമുക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, നമ്മളിവിടെ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ കേക്ക് വാങ്ങിയിട്ട് നമുക്കൊരു പ്രാങ്ക് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു കൊറിയർ സർവീസ് എന്തെങ്കിലും, ഒരു പോർട്ടർ പോലെ വിളിച്ചിട്ട് ആൾക്ക് കൊടുത്തുവിടുന്ന പോലെ, ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾ കൊടുത്തുവിടുന്ന പോലെ സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാന്. നമ്മൾ കേക്ക് വാങ്ങി. ഇനി നമ്മുടെ പ്ലാൻ എന്താ? അതെ, ഒരു ഐറ്റം കൂടെ ഒപ്പിച്ചിട്ട് നമ്മൾ കളർ റെഡ്. ഒരു പേപ്പറിൽ എന്തോ ഒരു സിംഗിൾ റോസ്. എന്താ ചെയ്യുന്നേ? നമ്മൾ ജയന്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലവ് ലെറ്റർ ആണ് എഴുതുന്നത്. ലവ് യു ജയന്തേട്ട, മിസ് യു സോ മച്ച്. ഈ ബർത്ത്ഡേക്ക് പേപ്പറിന്റെ, അതെ, ഒറിജിനൽ പേപ്പർ വെച്ചതിന്റെ ഇതാണ്. എന്താ ഇനി പറയാ, നമ്മുടെ കാറിന്റെ RC ബുക്കിന്റെ പേപ്പർ കീറിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഒപ്പിക്കുന്നത്. ലവ് യു ജയന്തേട്ട, ഹാപ്പി ബർത്ത്ഡേ, മിസ് യു. നമ്മൾ ചേരാതെ അതെ, അത്ര വേണ്ട. എന്താ എഴുതണ്ടേ? വിത്ത് ലവ്, ഹാപ്പി ബർത്ത്ഡേ ജയന്തേട്ട എന്ന് പറഞ്ഞ എഴുതിയ ചില ഇതിൽ വെച്ച് എഴുതിക്കോ. ഇതിൽ വിത്ത് ലവ്, വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ഹാപ്പി ബർത്ത്ഡേ ജയന്ത്. കുറച്ച് കാലമായി എന്തേലും ഞാൻ എഴുതാം. നീ എഴുതാൻ മനസ്സിലാവില്ലേ? വിത്ത് ലോട്ട്സ് ഓഫ് ലവ്. ശുഭാഷ്. പേനക്ക് ഇങ്ക് ഉണ്ടല്ലോ, പക്ഷെ ഇത് എടുക്കാണ്ട് വെച്ചോണ്ട് വരാൻ വന്നു. ഓക്കേ ചെയ്. With lots of love. Lots of love. ലവിന്റെ ഹാർട്ട് വെക്ക്. അയ്യോ മറപ്പോയി. HBD എന്ന് പറയും. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ സ്ഥലമില്ലെങ്കിൽ ബർത്ത്ഡേ ജയന്ത്. ലവിന്റെ സിമ്പിൾ വരയ്ക്കും. എന്നിട്ട് എനിക്കങ്ങനെ ലവിന്റെ സിമ്പിൾ ഒന്നും ഹീലോ ഇല്ലല്ലേ? ലവ് ഒന്നും ആവുന്നില്ല. ഓഹോ, കൊള്ളാം. കുറെ കാലമായി എഴുതിയിട്ട്. ഇത് നമ്മളിപ്പോ കേക്കില് നമ്മൾ ഒട്ടിക്കും. നമ്മൾ വാങ്ങിയ കേക്ക് ഇവിടെ ഉണ്ട്. സത്യത്തിൽ ഈ പേപ്പർ സ്ക്വയർ ആയിട്ട് കിട്ടാൻ ഇതിൽ അവരൊരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ടോ? അതാ ഇവിടെ. ഈ സ്റ്റിക്കറിൽ നമ്മൾ സ്റ്റിക്കറിന്റെ പകുതിയിൽ നമ്മൾ ഇതൂടെ ഒട്ടിച്ചിടണം. ഇത് കിട്ടുന്ന ജയന്തേട്ടനെ. അവിടെ. ഓക്കേ. ഗയ്സ്, ലുക്ക് അറ്റ് ദിസ്. നിങ്ങളെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരാള് ഗിഫ്റ്റ് തന്നാല് നിങ്ങൾ സർപ്രൈസ് ആവോ? എന്നിട്ട് നമ്മുടെ അടുത്ത സർപ്രൈസ് ആണ് ഈ റോസ് അതിന്റെ കൂടെ വെക്കണം. ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു പോർട്ടറിനെ ബുക്ക് ചെയ്യണം. എന്നിട്ട് ആളുടെ അടുത്ത് ഇത് കൊടുത്തു വിടണം. അയ്യോ, എന്നാ വേണ്ടായിരുന്നു. ഇവനെ പ്രാങ്ക് ചെയ്യാനാ. അവൻ ഹാപ്പി ആവണമെന്നല്ല. ഇതിൽ തന്നെ ഒട്ടിക്ക്. ഈ ഒരു ഭാഷയിൽ ഒട്ടിക്കാൻ പറ്റുമെന്ന് അത് ഞാൻ പറയാം. ഇത് ഇത്ര ആയിട്ടുണ്ട്.
വിളിക്ക് അവരെ. സ്വിഗ്ഗിന്റെ ആ ബോക്സിൽ ഇതാ കേറിക്കോളൂല്ലേ, അവരെടുത്ത് വെച്ചാ ഓക്കെ അല്ലേ? ഗൈസ്, ദിസ് ഈസ് ദ പാക്കേജ് ഓഫ് ഡീറ്റെയിൽസ്. മെലൻവുഡ് കാസിൽ കാക്കനാട്. അതന്നെ ലിറ്റിൽ കാസിലാണ്. മെലൻവുഡ് കാസിൽ ഇല്ലല്ലോ. 4C എന്നോട് അടിക്കണ്ട, മെലൻവുഡ് കാസിൽ അടിക്കുക. 4C നമ്മള് പോർട്ടർ ബുക്ക് ചെയ്യുന്നു ഗൈസ്. ഹലോ ഗൈസ്, നമുക്ക് ജീനിയും കിട്ടിയില്ല, പോർട്ടറും കിട്ടിയില്ല. അപ്പൊ നമ്മളിൽ സാധനം ഉണ്ട്. ഇത് എങ്ങനെ നമ്മളിപ്പോ സെറ്റ് ചെയ്ത്? അല്ല, ഞാൻ പറയുന്നത് നമുക്ക് കോളിംഗ് ബെൽ അടിപ്പിക്കാം. കോളിംഗ് ബെൽ അടിച്ചിട്ട് അല്ല, ഇത് വെച്ചിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് പോയേക്കാം അവിടെ നിന്ന്. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാം അറിയുന്നവരും പിള്ളേനെ വിളിച്ചാ, പക്ഷെ അവൻ എന്താ ചെയ്യാപ്പോ? ഞാൻ പറയുന്നത് ഇപ്പൊ സർപ്രൈസ് ആയിട്ട് വേറെ എന്താ പ്ലാൻ ചെയ്യാൻ പറ്റുക? വേറെന്താ ചെയ്യാൻ പറ്റുക? നോക്കേ, വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ജയന്തേട്ട, ഹാപ്പി ബർത്ത്ഡേ ജയന്തേട്ട, റോസ്. ഹലോ ഗൈസ്, നമുക്ക് ജീനിനെയും കിട്ടിയില്ല, പോർട്ടറിനെയും കിട്ടിയില്ല. അപ്പൊ നമ്മൾ സെപ്റ്റോയില് ഒരു അതെ, നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തു. അപ്പൊ അത് വരുമ്പോ ഇവന്റെ ഐഡിയ ആയിരുന്നു അത്. ഫ്രൂട്ട്സ് ഓർഡർ ചെയ്തിട്ട് ആളെ കൊണ്ട് മറ്റേ കേക്ക് കൊടുപ്പിക്കാതെ, അപ്പൊ ആള് വരുമ്പോ ആളെ പോക്കാം, എന്നിട്ട് കേക്ക് കൊടുപ്പിക്കാതെ. നമുക്ക് ആള് ചെയ്യുമല്ലോ. അതെ, നമ്മൾ പിടിക്കാം. ഓക്കെ, ആളെ നമുക്ക് പോക്കണം. ഹലോ ഗൈസ്, 3 മിനിറ്റില് നമ്മളെ സെപ്റ്റോളെ പുള്ളി എത്തും അല്ലേ? ആളെത്തിയിട്ട് ആളെ പൊക്കുന്നു, ആളുടെ അടുത്ത് ചോദിക്കുന്നത്. ആള് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. അത് ചെയ്താ നല്ലത്, ചെയ്തില്ലെങ്കിൽ നമ്മുടെ എന്തേലും പറഞ്ഞു നോക്കാം. ഇപ്പൊ എത്തും, നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളെ സെപ്റ്റോന്റെ ഡെലിവറി ബോയ് വന്നു. വിളിച്ചെടുത്ത് ഞാനിത് മുകളിലേക്ക് ബുക്ക് ചെയ്തു. ഫ്രണ്ടിന്റെ റൂമിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് കൊടുക്കുന്നതിന് വേറൊരു പ്രാങ്ക് പോലെ കൊടുക്കാൻ വേണ്ടിട്ട് ഈ സാധനം നേരെ തന്നിട്ട് മുകളിൽ എൻ്റെ ഫ്രണ്ടാ. അപ്പൊ പുള്ളിക്ക് ഇത് കൊടുത്താൽ മതി, കേക്ക് കൊടുത്താൽ മതി. എനിക്ക് ആളെ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്തിട്ട്. കുഴപ്പമില്ല. ഇതിപ്പോ അല്ല, ഇത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഡെലിവറി ചെയ്ത് ഇത് മുകളിൽ കൊടുക്കണം. ഇത് മുകളിൽ കൊടുത്താൽ മതി, ആ റൂമിലേക്ക്. വേറെ ആള് ഓർഡർ ചെയ്ത ഈ അഡ്രസ്സിൽ കേക്ക് ഡെലിവറി ചെയ്താൽ വന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാ? ഓർഡർ ചെയ്ത ആളെ പേരുണ്ടോന്ന് ചോദിക്കാൻ മനസ്സിലായി. അപ്പോ നെയിം ഇല്ലാന്ന് പറഞ്ഞാൽ എന്താ ചേട്ടൻ പറഞ്ഞെടുത്താ നമ്മള് നീ ചൂടായിരുന്നോ? ഇവിടെ അടിക്കൂന്ന്. അയ്യോ, ആരാന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇവളെന്തിനാ പേടിപ്പിച്ച്? പാവം പുള്ളിനെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തെന്നറിയാം ആളെ. അതാണ് റോസിന്റെ ആരോ എന്ത് റോസൊക്കെ വെച്ച് ആരോ അത് വായിച്ച നീ
അതാ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് വേണ്ടത് ഞങ്ങൾക്ക്. ജയന്തേട്ടയോ എവിടുന്ന് ഇത് ഏതാന്നറിയില്ലല്ലോ. ഓടിയോ? അയ്യോ, നിങ്ങൾ താഴേക്ക് ഇറങ്ങിയത് ആളിങ്ങനെ നോക്കിയാലും കാണില്ലായിരുന്നു. ഞാൻ താഴെ ഇരിക്കുന്നില്ലേ. ഷോ, ആളുടെ അടുത്ത് പറഞ്ഞ അറിയില്ലെന്ന് പറഞ്ഞ പുള്ളി അങ്ങനെ ഇറങ്ങി പോയാൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം പുള്ളി കൊളാക്കിയത്. അതെ, ചെറിയ പിള്ളേരാണെങ്കിൽ ഓക്കെയാ. ഹലോ ഗായ്സ്, എടോ ഇത് നോക്കണം. എടോ പാവം ഗായ്സ്, പാവം നമ്മുടെ ചെക്കൻ ജയന്തേട്ടാന്ന് എഴുതിയത് കണ്ടിട്ട് ചങ്കൊക്കെ നോക്ക് ഹാർട്ട് ബീറ്റ് അടിക്കുന്നു. അവരവിടെ നിൽക്കുന്നു. ചോദിക്കുന്ന പുള്ളി വിചാരിക്കുന്നവരാ. പുള്ളിക്ക് പേടിച്ച് ചോയ്ക്ക് ആരാ? അയ്യോ, എങ്ങനെയുണ്ട് ബർത്ത്ഡേയുടെ സർപ്രൈസ്? ഇതുവരെ ഞാൻ പുറത്ത് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് സംഭവം മെയിൻ സീനാണ്. അപ്പൊ നമ്മൾ അല്ല കുഴപ്പമില്ല, 2 മിനിറ്റ് നമ്മൾ ഇവര് ചങ്ക അത്ര നേരം കത്തുക. എന്നാ കേക്ക് മുറിക്കാം. നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ജയന്തന്റെ ബർത്ത്ഡേക്ക് ലൈറ്റ് കുറച്ചും കൂടെ ലൈറ്റിംഗ് സെറ്റ് ചെയ്ത് ആ ലൈറ്റ് ഇട്. എന്നാലും കുറച്ച് വെട്ടമുണ്ട്. എടാ ലൈറ്റ് ഇട്. ഒരു നമ്മുടെ ഫേസിൽ ലൈറ്റ് ഇതിട്ടിട്ട് കാര്യമില്ല. ആട വേണം ആ ഏരിയയിൽ വേണം. ഈ ലൈറ്റ് കൂടെ ഇടണം. കിട്ടുന്നില്ല. ആട വേണം. ആ ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഹെൽമെറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ജയന്തേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ജയന്തേട്ടാ. ഓ, നിങ്ങൾ ഡയറ്റില്ല? കേക്ക് ഒക്കെ കഴിക്കണം. കഴിക്ക്, നല്ല ടേസ്റ്റ് ഞങ്ങൾ കഴിക്കും. കോഫി, ഇത് കോഫി കോഫി. അത് ഗിഫ്റ്റ് എടുത്തു കൊടുക്കണം. അയ്യോ, നമ്മളെ ഗിഫ്റ്റില്ലേ കൊടുക്കണം ബ്രോ. ബാലൻസ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മള് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു. സൈസ് ഒന്നും അറിയില്ല. കട്ടയാ, എല്ലാം കട്ടയാ. ഓ എടാ, സർപ്രൈസ് ആണ്. ഓ ഓപ്പൺ ആക്കി. ഇത് സർപ്രൈസ് ആയിട്ടാണ് കൊടുത്തില്ലേ? കൊണ്ടുപോയിട്ട് വാങ്ങിയതാണോ? നീ 2 രൂപ വാങ്ങിയതാണ്. ഷുഗർ കാണിക്കേ. ഞങ്ങൾക്ക് കാണിക്കണം.
എടാ 11 ഇതാണ് ഗൈസ് യുവരാജന്റെ ഷൂ ഗിഫ്റ്റ് കിട്ടിയത്. പക്ഷെ ഇതിന് ഒരു കാര്യമില്ല, ഇവ ഓഫീസിലും പോകുന്നില്ല, എവിടെ വീട്ടിലിരിക്കുക, ഒരു യൂസ് സൈസ് കൂടിയതാണ്, ആർക്കും യൂസ് ചെയ്യാനും പറ്റൂല. പിന്നെ ഇവര് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെന്റിനാണെങ്കിൽ അതെ അവരെടുത്തു നല്ല കേക്കാ കഴിച്ചൂടാ. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു ഗൈസ്. ജയദേട്ടൻ നല്ലോണം പേടിച്ചു. സർപ്രൈസ് ആയോ? സൂപ്പർ സർപ്രൈസ്. ഒരു മിനിറ്റ് വൈകിയായിരുന്നെങ്കിൽ തീർന്നേനെ. അവിടെ കത്തി എടുക്കാൻ വേണ്ടി ഇപ്പൊ വരാമെന്ന് പറയുന്നത്. നല്ല സർപ്രൈസ് ആയി. അപ്പൊ ജയദേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞില്ലേ? അപ്പൊ പോയില്ലേ? അപ്പൊ ബൈ.